ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. യുദ്ധവും ലോക അസമാധാനവും മാറാൻ, യുദ്ധം അവസാനിക്കാനും ലോക സമാധാനം ഉണ്ടാകാനും, റഷ്യ ഉക്രൈൻ യുദ്ധം, അതുപോലെ ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധം, അതുപോലെ ഇസ്രായേൽ പാലസ്തീൻ, ഇതെല്ലാം അവസാനിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ, ഇതെല്ലാം മൂലം പലരും അസ്വസ്ഥതയിലും ഭീതിയിലും മനപ്രയാസത്തിലുമാണ്. പലരുടെയും ബന്ധുമിത്രാദികളോ ഉറ്റവരോ ഉടയവരോ ഒക്കെ ഇതാ വിദേശ രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്നവരും ജോലി സംബന്ധാർത്ഥവും അല്ലാതെയും ഒത്തിരി യാത്രകളൊക്കെ ചെയ്യുന്നവരൊക്കെയാണ്. അതുകൊണ്ട് എന്തായി ഏതായി എന്ത് ചെയ്യുമെന്നോർത്ത് ആദ്യം പിടിക്കുന്നവരുണ്ട്. ആദ്യമൊന്നും പിടിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് 2 വചനങ്ങൾ, 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 6-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണ് ഭരിക്കുന്നത്. അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. അങ്ങയോട് എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും? കർത്താവേ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ലോകസമാധാനം തരണമേ. യുദ്ധവും കെടുതികളും അനർത്ഥങ്ങളും സംഘർഷങ്ങളും എത്രയും പെട്ടെന്ന് അവസാനിച്ചൊരു പരിഹാരം നൽകണമേ. 2 ദിനവൃത്താന്തം 20:9. അവർ പറഞ്ഞു, യുദ്ധം, ഊതിബാധ, ഈതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിനു മുമ്പിൽ അങ്ങയുടെ മുമ്പിൽ വന്ന് ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. ഈ വചനം, ഈ പ്രാർത്ഥന കേട്ട ദൈവത്തിന് വെറുതെ ഇരിക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ ആദ്യത്തേൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇതാണ്, അങ്ങയോട് എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും? എല്ലാ മഹത്വവും ആരാധനയും ദൈവത്തിന് കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പറയാണ്, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 6-ഉം 9-ഉം വാക്യങ്ങൾ. ഇതാ യൂദാക്കെതിരെ ശത്രുക്കൾ വന്നപ്പോൾ ശത്രുക്കൾ തമ്മിലടിച്ച് ചിതറിപ്പിരിഞ്ഞ് പോയി യുദ്ധം അവസാനിച്ച് സമാധാനമുണ്ടായ ആ സംഭവം ഈ വചനം പറഞ്ഞാണ് അവർ പ്രാർത്ഥിച്ചത്. യൂദാ നിവാസികൾക്കെതിരെ മൊവാബ്യരും അമോന്യരും മേയൂന്യരും ചേർന്ന് യഹോഷഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ അവർ കർത്താവിൻ്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടിയെന്നാണ് 2 ദിനവൃത്താന്തം 20:3 പറയുന്നത്. അതുകൊണ്ട് ഈ അധ്യായം മുഴുവൻ വായിച്ചാൽ നല്ലൊരു മെൻ്റൽ സപ്പോർട്ടും ഒരു സ്പിരിച്വൽ അനോയിറ്റിയും നിങ്ങൾക്ക് കിട്ടും. ആവർത്തിച്ച് വായിച്ചാൽ വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് യുദ്ധത്തെയും ഈ യൂട്യൂബിലൂടെയും അല്ലാതെയും വാർത്തകളിലൂടെയും ഡിബേറ്റിലൂടെയൊക്കെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ട് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാ വിശ്വസിക്കേണ്ടത്, ഞങ്ങളെന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ ഇസ്രായേലിലുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇറാനിലുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താകും? ഒന്നും നിങ്ങൾ സംഭ്രമിക്കേണ്ട. ദൈവം ഒരു ഉപദ്രവവും വരുത്തുകയില്ല. പ്രാർത്ഥിക്കുക. ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ആദ്യം പിടിച്ചതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാകാനില്ല. എവിടെ ആയാലും, ഉക്രൈനായാലും ഇസ്രായേലിലായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉക്രൈനിൽ മക്കൾ മെഡിക്കലൊക്കെ പഠിക്കാൻ പോയ അവരുടെ ആളുകളൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചതും ഒക്കെ, അവർക്ക് അതിനൊക്കെ ചില പരിഹാരങ്ങളുണ്ടായ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. എവിടെ പോയാലും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുക. അല്ലാതെ നമ്മളിവിടെ നിന്ന് ആദ്യം പിടിച്ച് വായു പിടിച്ച് മരിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? അല്പം മുമ്പ് ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇസ്രായേലിലുള്ള, വേറെ പലരും പറയുന്നുണ്ട് ഇസ്രായേലിലുണ്ട്. എന്തു ചെയ്യും? പേടിപ്പെടുത്തുന്ന വാർത്തകൾ കൊണ്ടും, അതും ശത്രുവിൻ്റെ ഒരു കൂരമ്പാണ്. ഭയപ്പെടുത്തുന്ന, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാർത്ത കേട്ടതുകൊണ്ട്, വാർത്ത സത്യമാകാം മിഥ്യയാകാം. വാർത്തയിൽ വരുന്നത് എല്ലാം സത്യമാകണമെന്നില്ല. വാർത്ത അതാണ്. അതുകൊണ്ട് ഇതാ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. സത്യം വെളിപ്പെടും, ഒരു പരിഹാരം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ഉടനടി ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായിരിക്കും. ഈ 2 ദിനവൃത്താന്തം 20:6,
29 വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. ലോകസമാധാനം തരണേ എന്ന് ദൈവവചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവെ സ്വസ്ഥതയും സമാധാനവും തരണമേ. എല്ലാ രാജ്യങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ജാതിയുടെ മേലും പേരിലും മതത്തിൻ്റെ പേരുള്ള ഭിന്നതകളും ശത്രുതകളും കൺഫ്യൂഷനുകളും എല്ലാം കെടുതികളും യുദ്ധങ്ങളും ക്ഷാമം എല്ലാം അവസാനിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.